എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഞായറാഴ്ചയായിരുന്നിട്ടും പെൻഷൻ വിതരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ബാങ്ക് അക്കൗണ്ടുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇതിനോടകം തന്നെ തുക എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. തുടർച്ചയായിട്ടുള്ള ബാങ്ക് അവധി കാരണം പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്താതെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ ചൊവ്വാഴ്ച മുതൽ ആ ഒരു തുക എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര വിഹിതമാണ് മറ്റൊന്ന്. 300, 200, 500 കുറവുള്ള ആളുകൾക്ക് അതിൻ്റെ വിതരണം ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. ചൊവ്വാഴ്ചയോടുകൂടി നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ഏപ്രിൽ മാസത്തെ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള ആളുകളും കിട്ടാത്ത ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. വാർഷികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം വാർഷിക മസ്റ്ററിംഗ് ആണ്. പിന്നീട് വരുന്നത് സർട്ടിഫിക്കറ്റിൻ്റെ സമർപ്പണമാണ്, വരുമാന സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ സമർപ്പണമാണ്. എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം നിശ്ചിത സമയം സർക്കാർ നൽകാറുണ്ട്. ഇനി ആദ്യം ആവശ്യപ്പെടുക വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഉടൻ പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ വില്ലേജ് ഓഫീസറിൽ നിന്ന് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കളും കരസ്ഥമാക്കിക്കൊണ്ട് അത് സേവന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. എന്നാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ. മാത്രവുമല്ല 1,00,000 രൂപയ്ക്ക് താഴെയായിരിക്കണം വില്ലേജ് ഓഫീസർ നമുക്ക് കണക്കാക്കിയിട്ടുള്ള വാർഷിക വരുമാനം. ഇനി ജൂണിന് ശേഷം വാർഷിക മസ്റ്ററിങ്ങും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ അനൗൺസ്മെൻറ്റും വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. പിന്നീട് ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ സമർപ്പണമാണ്. വാർഷിക മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്കാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയായിരിക്കും മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരുന്നത്. മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല വാർഷിക മസ്റ്ററിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നാൽ തന്നെ കൃത്യമായിട്ടും നിങ്ങളെല്ലാം ചെയ്യേണ്ടി വരുന്നതാണ്. എന്നാൽ കിടപ്പ് രോഗികൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പ്രത്യേക ക്യാമ്പുകൾ ഒരുക്കിയും വീടുകളിൽ അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ജീവനക്കാരെ എത്തിച്ചുകൊണ്ടും മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല, പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും എല്ലാ വർഷവും നൽകണം. അതും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതിനെല്ലാം മുമ്പേ തന്നെ ഇനി വരാൻ പോകുന്ന പരിശോധനയാണ്. അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ട് എങ്കിൽ അവരെ കണ്ടെത്തി പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യമായിട്ട് അർഹതാ മാനദണ്ഡങ്ങളോട് കൂടിയാണ് പെൻഷൻ അനുവദിച്ചിരിക്കുന്നത്. അത് മറികടന്നുകൊണ്ട് അനർഹമായ ആരെങ്കിലും പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ട് പറയാനുള്ളത്. കയ്യിൽ പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ ഇനി ബാങ്കുമായി ബന്ധപ്പെടുത്തിയുള്ള പെൻഷൻ കിട്ടാനുള്ള ആളുകളെയൊക്കെ തന്നെ കമൻ്റ് ഇട്ട് അറിയിക്കേണ്ടതാണ്. കേന്ദ്ര വിഹിതം 200, 300 തുകകളെല്ലാം തന്നെ ചൊവ്വാഴ്ച മുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബാങ്കിൽ ഇനി എത്താത്ത ആളുകൾക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ആ ഒരു തുക എത്തിച്ചേരുവാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.